Okay. For this n, ഒരു minute. This n not equal to 0 ഇല്ല this integral minus pi to pi f of theta minus a into e raised to minus I n theta എന്ന് പറയുന്നത് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ f of theta capital F of theta e raised to minus I n theta എന്ന് പറയും. അത് 0 ആണെന്ന് നമ്മൾ ജസ്റ്റ് ആണ് ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. This is equal to this and this becomes here and equal to 0. അത് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. So this first integral will be 0. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മൈനസ് ഇന്റഗ്രൽ a e raised to minus I n theta എന്ന് പറഞ്ഞു കിട്ടും. a വെളിയിലെടുക്കാം. ഇനി ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇ റേസ് ടു മൈനസ് ഐ എൻ തീറ്റ ഡി തീറ്റ ആൻസർ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ഐ എൻ തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഐ എൻ ലിമിറ്റ് കൊടുക്കുക മൈനസ് പൈ ടു പൈ. അപ്പോൾ മൈനസ് പൈ ടു പൈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 തന്നെ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇ റേസ് ടു മൈനസ് ഐ എൻ തീറ്റ എന്ന് പറയുന്നത് കോസ് ഐ എൻ തീറ്റ മൈനസ് ഐ സൈൻ ഐ എൻ തീറ്റ ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ സൈൻ മൈനസ് ടു ഐ സൈൻ എൻ തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. സൈൻ പൈ എന്ന് പറഞ്ഞു കിട്ടും. അത് എൻ പൈ എന്ന് പറഞ്ഞു കിട്ടും. ലാസ്റ്റിൽ അത് ആൻസർ 0 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. So this full integral will become 0. And ഇതെന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ എഫ് ഓഫ് തീറ്റ മൈനസ് എ കോമ ഇ റേസ് ടു മൈനസ് ഇല്ല പ്ലസ് ഐ എൻ തീറ്റ ഫോർ എൻ നോട്ട് ഈക്വൽ ടു 0. അതായത് എൻ 0 അല്ലാതെ വരുമ്പോൾ ഈ വാല്യൂ ക്യാപിറ്റൽ എഫ് ഓഫ് തീറ്റ മൈനസ് എ എന്ന് പറയുന്ന വാല്യൂ എല്ലാ ഇ റേസ് ടു ഐ എൻ തീറ്റയുമായിട്ടും ഓർത്തോഗണൽ ആയിരിക്കും. 0 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. So we will now prove that this result is true for n is equal to 0. n is equal to 0 ഇല്ല മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ മൈനസ് ഐ റേസ് ടു മൈനസ് ഐ 0 തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് ഐ 0 തീറ്റ 1 ആയിട്ട് മാറും. ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ മൈനസ് 2 പൈ എ എന്ന് പറയുന്ന ഫിക്സ്ഡ് കോൺസ്റ്റന്റ് ആണ്. അത് വെളിയിൽ പോകും. പിന്നെ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഡി തീറ്റ എന്ന് പറയുന്നത് 2 പൈ കിട്ടും. 2 പൈ ഇൻറ്റു എ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 2 പൈ ഇൻറ്റു എ എന്താ? ഇത് തന്നെയല്ലേ? ദിസ് സെയിം മൈനസ് ദിസ് സെയിം ക്വാണ്ടിറ്റി മൈനസ് 2 പൈ സെയിം ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ വി ഗെറ്റ് ദിസ് എഫ് ഓഫ് തീറ്റ മൈനസ് എ ഈസ് കണ്ടിന്യൂസ്. കാരണം എഫ് ഓഫ് തീറ്റ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഒരു കോൺസ്റ്റന്റുമായിട്ട് മൈനസ് ചെയ്യുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഇറ്റ് ഇസ് ബൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റ ബൗണ്ടഡ് ആണ്. എ ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണ്. സോ എഫ് ഓഫ് തീറ്റ മൈനസ് എയും ബൗണ്ടഡ് തന്നെ ആയിരിക്കും. ആൻഡ് ഈസ് ഓർത്തോഗണൽ ടു ഓൾ എലമെന്റ്സ് ഓഫ് ദി ട്രിഗണോമെട്രിക് സിസ്റ്റം. കാരണം എൻ ഈസ് ഈക്വൽ ടു 0യും എൻ നോട്ട് ഈക്വൽ ടു 0യ്ക്കും നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ എഫ് ഓഫ് തീറ്റ മൈനസ് എ ഈസ് ഓർത്തോഗണൽ ടു ഓൾ ട്രിഗണോമെട്രിക് സിസ്റ്റം എലമെന്റ്സ്. സോ by lemma 4.19 we have this 4.19 ഉപയോഗിച്ചിട്ട് ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഐഡന്റിക്കലി ഈക്വൽ ടു 0 ഫോർ ഓൾ തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എ ആയിരിക്കും ഫോർ ഓൾ തീറ്റ. ദാറ്റ് ഈസ് മെഷർ തിയറിയിൽ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സ്മോൾ എഫ് ഓഫ് തീറ്റ ആയിരിക്കും കിട്ടും. കാരണം എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ആണെന്ന് നമുക്ക് കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഹെൻസ് ദ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. Next, corollary 4.22, the trigonometric system is complete in L2 of a minus pi അതായത് e raised to I n theta n belongs to z ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മളിപ്പം തെളിയിച്ചത് എഫ് എന്ന് പറയുന്നത് ഒരു L1ലെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് തെളിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം L2 is contained in L1 ആണ്. So if we pick a element f belongs to L2, it will be also an element of L1 ആയിരിക്കും. So for f belongs to L1, trigonometric system complete ആണ്. So then this f-നും അത് ട്രൂ തന്നെ ആയിരിക്കും. കാരണം f belongs to L1 ആണ്. L2 ആയതുകൊണ്ട് L1ൽ ബിലോങ് ചെയ്യും. അതുകൊണ്ട് trigonometric system is complete in L2 of minus pi ആയിരിക്കും. So this next definition, f belongs to L1 of minus pi. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. trigonometric system is complete. f belongs to L1 of minus pi for n belongs to z. Inner product f e raised to I n theta is the nth Fourier coefficient എന്നാണ് അതിനെ വിളിക്കുന്നത് of f. L1ലെ ഒരു f ന് nth Fourier coefficient ഉണ്ടെങ്കിൽ അത് f
ഇന്നർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ എഫ് ഇ റൈസ് ടു ഐ എൻ തീറ്റ ആയിരിക്കും. സോ ദിസ് സീരീസ് സമ്മേഷൻ എൻ ബിലോങ്സ് ടു ഇസഡ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ഇ റൈസ് ടു ഐ എൻ തീറ്റ ഇ ഐ എൻ തീറ്റ എന്ന് പറയുന്നത് ഫൊറിയർ സീരീസ് ഓഫ് എഫ് ആയിരിക്കും. അപ്പം എഫ് ബിലോങ്സ് ടു L1 ആണെങ്കിൽ അതിന്റെ ഫൊറിയർ സീരീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ആൻസർ. സോ ദ nth പാർഷ്യൽ സം ഓഫ് ദി ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഈസ് ദിസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് n to n ദിസ് വൺ ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ കൊറോളറി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കൊറോളറി തന്നെ ആയിരിക്കും ആണ്. കാരണം സപ്പോസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് n ബിലോങ്സ് ടു L2 ഓഫ് ഇസഡ് ദെൻ ദ സീരീസ് സമ്മേഷൻ ഇസഡ് ഓഫ് n ഇ റൈസ് ടു ഐ എൻ തീറ്റ. നമ്മൾ നേരത്തെ ഒരു ലെമ്മയിൽ പഠിച്ചിട്ടുണ്ട് എച്ച് ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ സമ്മേഷൻ ഇസഡ് ഓഫ് n എ ജെ ഇസ് കംപ്ലീറ്റ് ഇല്ലെന്ന് തോന്നുന്നു ഓർത്തോനോർമൽ കംപ്ലീറ്റ് ഓർത്തോനോർമൽ ഇൻ ഹിൽബർട്ട് സ്പേസ് ആയിരിക്കണം. ഇവിടെ നമ്മൾ എ ജെ ആയിട്ട് ഇ റൈസ് ടു ഐ എൻ തീറ്റ എടുക്കുന്നത് അത് L2 കംപ്ലീറ്റ് ഓർത്തോനോർമൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് കൺവേർജസ് ടു ദ ഹിൽബർട്ട് സ്പേസ് L2 ഓഫ് മൈനസ് പൈ നമ്മുടെ 4.17 റിസൾട്ടുകൾ ഉപയോഗിച്ചാൽ മതി. 4.22 റിസൾട്ടുകൾ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി. ആദ്യം ചോദിക്കുമ്പോൾ അത് രണ്ടും കൂടെ പ്രൂവ് ചെയ്തിട്ട് പിന്നെ ഹിയർ എ ജെ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ എൻ തീറ്റ ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു L2 ഓഫ് മൈനസ് പൈന്നൂടെ 4 മാർക്സിനാണെങ്കിൽ അത്ര എഴുതിയാൽ മതി. 12 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ L2 ഓഫ് മൈനസ് പൈ എ ജെ ഈസ് കംപ്ലീറ്റ് ഇൻ L2 ഓഫ് മൈനസ് പൈന്നൂടെ എഴുതണം. അതിന്റെ പ്രൂഫ് ഇവിടെ തൊട്ട് മുമ്പേ ഉള്ള ഈ തിയറത്തിന്റെ പ്രൂഫും കൂടി എഴുതണം. ലാർജ് മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പ്ലാഞ്ചറൽസ് ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല തന്നെയാണ്. എഫ് ബിലോങ്സ് ടു ഹിൽബർട്ട് സ്പേസ് ദെൻ എഫ് ഐ എൻ തീറ്റ ബിലോങ്സ് ടു L2 ഓഫ് ഇസഡ് ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലെമ്മ 4.8 ചെറിയ മാർക്കിനാണെങ്കിൽ ഇതിന് ചെറിയ രീതിയിൽ പ്രൂഫ് എഴുതിയാൽ മതി. 15 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ ഫുൾ പ്രൂഫ് എഴുതണം. 4.8 അത് എച്ച് ജനറലായിട്ട് ഹിൽബർട്ട് സ്പേസിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹിൽബർട്ട് സ്പേസിന് ജനറലായിട്ട് പ്രൂവ് ചെയ്തിട്ട് ഹിയർ എച്ച് ഇസ് ഈക്വൽ ടു L2 ഓഫ് മൈനസ് പൈ ആണെന്ന് തെളിയിക്കണം. ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ റിസൾട്ടുകൾ എഴുതുക. ഇത് ലെമ്മ 4.8 പിന്നെ ഈ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. അത് റിസൾട്ട് 4.113 ആണ് തേർഡ് റിസൾട്ട്. നമ്മൾ പ്ലാഞ്ചറൽസ് ഫോർമുലയും പാർഷ്യൽസ് റിലേഷനും ഒക്കെ എഴുതിയതാണ്. അവിടെ ജനറൽ ഹിൽബർട്ട് സ്പേസിലാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. എഫ് ജി ബിലോങ്സ് ടു L2 ആണ്. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി ഇസ് ഈക്വൽ ടു ഇതാണെന്നൊക്കെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ എ ജെ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ഫൊറിയർ ഇൻവേർഷൻ ഫോർമുല തിയറം 4.10യുടെ കൊറോളറി ആയിട്ടാണ് വരുന്നത്. എഫ് ബിലോങ്സ് ടു L2 ആണെങ്കിൽ നമുക്ക് ഇത് എഴുതാനായിട്ട് തിയറം 4.10 എഴുതുക. കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ ഹിൽബർട്ട് സ്പേസ് എച്ച് ഇസ് ഈക്വൽ ടു L2 ഓഫ് മൈനസ് പൈ. ലാർജ് മാർക്കിനാണെങ്കിൽ എല്ലാം എഴുതണം. ദാറ്റ് ഈസ് ദിസ് ഇതിന്റെ സിമെട്രിക് പാർഷ്യൽ സം എന്ന് പറയുന്നത് എസ് എൻ ഓഫ് എഫ് ആയിരിക്കും. മൈനസ് എഫ് നോമിന്റെ ടേംസിൽ കൺവേർജൻസ് ഇവിടെ പറയുകയാണ്. ഓക്കെ, ആ പ്രൂഫ് എഴുതുമ്പോൾ തന്നെ കൺവേർജൻസ് ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ട്രൂ ആവും. സോ ദീസ് കൊറോളറീസ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു മിനിറ്റ് ജസ്റ്റ് ഈ ഒരു റിസൾട്ട് കൂടെ പറഞ്ഞിട്ട് പോവാം. ഡിസ്ട്രിബ്യൂഷൻ തിയറി ഒക്കെ ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ജസ്റ്റ് നമുക്ക് ഇവിടെ തൊട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഡെഫിനിഷൻ 4.25 H1ഉം H2ഉം രണ്ട് ഹിൽബർട്ട് സ്പേസ് ആണ് എങ്കിൽ അവിടെ രണ്ട് നോമുകൾ കാണും. നോം 1 നോം 2. ദെൻ നോമിന്റെ ഡെഫിനിഷൻ 1.90 ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ സാധാരണ പഠിക്കുന്ന ഡെഫിനിഷൻ തന്നെ. T is a function from H1 to H2 is a linear transformation ആയിരിക്കും. അതായത് ടി ഓഫ് നിങ്ങൾക്ക് അറിയാം ആൽഫ യു പ്ലസ് നിങ്ങൾക്ക് അറിയാമല്ലോ ബീറ്റ വി ഈസ് ഈക്വൽ ടു സംതിങ് നിങ്ങൾക്ക് അറിയാം. ആൽഫ ഇൻറ്റു ടി വി പ്ലസ് ബീറ്റ ഇൻറ്റു ടി യു ടി വി ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വി സേ ദാറ്റ് ദിസ് വെക്ടർ സ്പേസ് ആയതുകൊണ്ടാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുന്നത്. H1 H2 ഹിൽബർട്ട് സ്പേസ് ആണ്, ഓൾറെഡി വെക്ടർ സ്പേസ് ആണ്. T is bounded എന്ന് പറയുമ്പോൾ there exists a c greater than 0 such that for each x belongs to H1 we have norm of Tx. T of x കിടക്കുന്നത് H2ലാണ്. സോ നോം 2 will be less than or equal to c ടൈംസ് നോം 1 ആയിരിക്കും. ഇനി ഇത് ഓരോ എലമെന്റിനും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതുന്ന സികളുടെ എല്ലാം കൂടെ ഇൻഫീമം വാല്യൂ ആണ് ഓപ്പറേറ്റർ നോം ഓഫ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഫോർ ഈച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വി ഹാവ് ഓപ്പറേറ്റർ നോം ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ നോം ടി ആയിരിക്കും.
അപ്പം നോം ടി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് സി സച്ച് ദാറ്റ് നോം ടി ഓഫ് എക്സ് നോം ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം എക്സ് 1 ആയിരിക്കും. ഇനിയും നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. സപ്പോസ് എച്ച് ഈസ് എ ഹിൽബർട്ട് സ്പേസ് ആൻഡ് ദിസ് ടി ഈസ് ഫ്രം ഹിൽബർട്ട് സ്പേസ് ടു ഹിൽബർട്ട് സ്പേസ്. അതിന് ഓപ്പറേറ്റർ ആയിരിക്കും. ഈസ് എ ബൗണ്ടഡ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ബൗണ്ടഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞായിരുന്നു. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അറിയാം. സപ്പോസ് ദ സീരീസ് സമ്മേഷൻ എക്സ് ആൻഡ് കൺവേർജസ് ടു സം എലമെന്റ് ഇൻ എച്ച് ദെൻ ടി ഓഫ് സമ്മേഷൻ എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ടി ഓഫ്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സീരീസ് ആയിട്ട് എഴുതുമ്പോഴും ടി ലീനിയർ ആണ് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. സീരീസ് ഓൺ ദ റൈറ്റ് കൺവേർജസ് ഇൻ എച്ച്. അതിനുവേണ്ടി ജസ്റ്റ് ഒരു പ്രൂഫ് ഉണ്ട്. ഇത് നിങ്ങൾ ഞാൻ PDF ഇടാം. ഇതിൻ്റെ ഹിൽബർട്ട് സ്പേസ് ട്രാൻസ്ഫോർമേഷൻ is given that the series summation n belongs to z x and converges in h ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളൊരു s എന്ന് വിളിക്കുന്നു. that is summation xn is equal to s. Now the sequence of partial sums of the series summation xn എന്ന് പറയുന്നത് നമ്മൾ sn എന്നാണ് വിളിക്കുന്നത്. അത് -n to n xn ആണ്. ലിമിറ്റ് n tends to infinity sn എന്ന് പറയുന്നത് സ്മോൾ s ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് നൗ ടി ഓഫ് sn കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ടി ഓഫ് sn എക്സ്പാൻഷൻ എഴുതുന്നു. ലീനിയർ പ്രോപ്പർട്ടി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. ടി ഓഫ് xn ഈ രൂപത്തിൽ കിട്ടും. ഇതെന്ന് പറയുന്നത് sn ഡാഷ് ആയിരിക്കും. sn ഡാഷ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ ടി xn ആയിരിക്കും. ഇനി ഫസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ടി ഓഫ് xn കോഷി ആണെന്ന് പ്രൂവ് ചെയ്യും. സമ്മേഷൻ ടി ഓഫ് xn അല്ല, this sequence of partial sums summation -n to n t of xn അത് കോഷിയാണ്. അതൊരു സീക്വൻസ് ആണല്ലോ. n നമ്മൾ എന്താ വിളിച്ചത് sn dash. this sn dash is കോഷിയാണെന്ന് പ്രൂവ് ചെയ്യും. സമ്മേഷൻ sn അല്ല, അത് വെട്ടിയിട്ട് sn dash is കോഷിയാണെന്ന് പ്രൂവ് ചെയ്യും. sn കൺവേർജന്റ് ആണെന്ന് അറിയാം, അതുകൊണ്ട് അത് കോഷി ആയിരിക്കും. സോ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists n naught such that for n greater than n naught we have norm sn minus sn എന്ന് പറയുന്നത് സം എപ്സിലോൺ ബൈ സി ആയിക്കോട്ടെ. സി എന്താണെന്ന് നമ്മളിവിടെ പറയും. അതിനുവേണ്ടി തുടക്കത്തിൽ എഴുതേണ്ടത് ഫോർ n ഗ്രേറ്റർ ദാൻ m we have this sn ഡാഷ് കോഷിയാണെന്നാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങുക. ഫോർ n ഗ്രേറ്റർ ദാൻ m നോം ഓഫ് sn ഡാഷ് മൈനസ് sm ഡാഷ് ഈസ് ഈക്വൽ ടു sn ഡാഷിന്റെ ഡെഫിനിഷൻ എഴുതുക. sn ഡാഷ് എന്ന് പറയുന്നത് ടി ഓഫ് sn ആയിരിക്കും. കാരണം നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. sn ഡാഷ് ഈസ് ഈക്വൽ ടു ടി ഓഫ് ടി ഓഫ് sn എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് sn ഡാഷിന് പകരം എനിക്ക് ടി ഓഫ് sn എന്ന് കൊടുക്കാം. sm ഡാഷിന് പകരം ടി ഓഫ് sm എന്ന് കൊടുക്കാം. ദിസ് T is a bounded linear operation, though this can be written as there exists some c such that we can written as less than or equal to c into norm sn minus sm എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. will be less than or equal to ഇത് ഇവിടെ വരെ എഴുതി നിർത്തിയിട്ട് നിങ്ങൾ എഴുതുക. സിൻസ് sn is Cauchy, therefore there epsilon greater than or equal to there is n naught such that for n greater than n naught we have norm sn minus sn naught less than epsilon by c. This c is taken here. So this less than or equal to c into epsilon by c, c cancel is equal to epsilon. So this sn dash minus sm dash will be less than or equal to epsilon, and given epsilon we computed some n naught such that for n naught m n greater than 2. So this sn dash is Cauchy sequence. So since h is a Hilbert space, this converges to some s dash belongs to h. Now norm of t sn minus t of s കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് will be less than or equal to c into norm sn minus s ആയിരിക്കും. കാരണം norm t of sn minus t of s എന്ന് പറയുന്നത് ലീനിയർ പ്രോപ്പർട്ടി ഓഫ് ടി ഉപയോഗിച്ച് ടി ഓഫ് sn മൈനസ് s എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ടി ഓഫ് s will be less than or equal to c into norm sn minus s. ലീനിയർ പ്രോപ്പർട്ടി ഓഫ് ടി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് മുകളിൽ നമ്മൾ കണ്ടത്. ടി ഓഫ് sn ദിസ് c ഓഫ് xn ദിസ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടായിരുന്നു. കാരണം sn എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്. സോ ദിസ് sn മൈനസ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ മൈനസ് സി ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത് എഴുതുക, എന്നിട്ട് ഇത് എഴുതുക. സിൻസ് sn മൈനസ് s ഈസ് കൺവേർജന്റ്, നേരത്തെ എഴുതിയതിൻ്റെ there exists a n naught such that for n greater than n1 എഴുതിക്കോ. n1 greater than n greater than n1 we have this epsilon by c. Substituting here we get this is full epsilon less than or equal to epsilon. That is ഇവിടെ സത്യത്തിൽ ഇതെന്താ പ്രൂവ് ചെയ്തത്?
For given epsilon, there exists n1 such that for n greater than n1, we have this norm of t sn minus t of x less than epsilon. That is, limit n tends to infinity t of sn എന്ന് പറയുന്നത് t of s ആയിരിക്കും. കണ്ടില്ലേ ഇവിടെ? So that is t of sn എന്താ? sn dash ആണ്. So limit n tends to infinity sn dash എന്ന് പറയുന്നത് t of s ആണെന്ന് കിട്ടി. Implies t of s എന്താ? limit n tends to infinity sn dash എന്ന് വെച്ചാൽ എന്താ? summation minus n to n t of xn ആയിരിക്കും. That is equal to t of s എന്താണ്? t of s ന് പകരം summation x j എന്ന് നമുക്ക് എഴുതാൻ പറ്റും. So this left summation you can be written as this form. This follows. So this is the proof that we need. Okay. So theorem proof ആയി. ഇനിയും നമ്മൾ ഈ L2 ഓഫ് മൈനസ് പൈയിൽ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഫിനെ ഫുൾ ആറിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് 2π പീരീഡ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതായത് എഫ് ഓഫ് തീറ്റ പ്ലസ് 2π എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റ ആയിരിക്കും. അങ്ങനെ ആറിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഫോർ ഓൾ തീറ്റ ബിലോങ്സ് ടു ആർ. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫംഗ്ഷന് നമ്മളിവിടെ for some phi belongs to R, define the translation operator tau phi എന്ന് പറയുന്നത് L2 of minus pi ൽ നിന്ന് L2 of minus pi ലേക്ക് ആയിരിക്കും. tau phi of f of theta എന്ന് പറയുന്നത് f of theta minus phi ആയിരിക്കും. phi ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പർ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. തീറ്റയിലുള്ളതിനെ തീറ്റ മൈനസ് ഫൈയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. A linear transformation t from L2 to L2 is a translation invariant. അത് പുതിയൊരു പദമാണ്, ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ്. ഇഫ് ഇറ്റ് കമ്മ്യൂട്ട്സ് വിത്ത് tau phi for every phi belongs to R, എല്ലാ ഫൈക്കും ഇത് കമ്മ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് t കോമ്പോസിഷൻ ദിസ് ഫംഗ്ഷൻ tau phi of f of theta എന്ന് പറയുന്നത് tau phi കോമ്പോസിഷൻ t of f of theta ആയിരിക്കണം. വേറെ tau phi t f of theta is equal to t of f of എന്തായിരിക്കും? tau phi അപ്ലൈ ചെയ്യാം. tau phi എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ. എന്തിന്റെ ട്രാൻസ്ലേഷൻ? ഈ ഫംഗ്ഷന്റെ ട്രാൻസ്ലേഷൻ. അതായത് ടി ഓഫ് എഫ് ഓഫ് തീറ്റ മൈനസ് ഫൈവ് ആയിരിക്കും. ഫൈവ് ഫിക്സ്ഡ് ആയിരിക്കും, തീറ്റ വേരി ചെയ്യും. ഇനി നമുക്കൊരു തിയറം പ്രൂവ് ചെയ്യാനുണ്ട്. സപ്പോസ് ടി ബിലോങ്സ് ടു L2 of minus pi to L2 of minus pi. pi is a bounded ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ്. അതൊക്കെ തൊട്ട് മുമ്പേ കണ്ടു. ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ്, ബൗണ്ടഡ് നമ്മൾ കണ്ടു. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. Then for each m belongs to z, there exists lambda m belongs to c such that t of e raised to im theta is equal to lambda m into e raised. ഇതായത് നിങ്ങൾ eigen വാല്യൂ eigen ഫംഗ്ഷൻ ഒക്കെ ഒരു സിമിലർ ആയിട്ട് നിങ്ങൾ ഇവിടെ തോന്നുന്നുണ്ടാവും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ തെളിയിക്കാനുള്ളത്. അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു എം ഫിക്സ് ചെയ്ത് വെക്കുന്നു. നമ്മൾ നേരത്തെ കൊറോളറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4.244 ഉപയോഗിച്ചിട്ട് ടി ഓഫ് ഇ റൈസ് ടു ഐ എം തീറ്റനെ n belongs to z cn into e raised to i n theta, where this cn is equal to ഇവിടെ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ f, e raised to i n theta. m ഇവിടെ ഫിക്സ്ഡ് ആണ്, നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ കൊറോളറി നമ്മൾ നോക്കിയാൽ മതി, ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ഫൈ ബിലോങ്സ് ടു ആർ ബി ആർബിട്രറി ഏത് ഫൈ ആയിക്കൊള്ളട്ടെ നമ്മൾ ഫിക്സ് ആക്കി വെക്കുന്നു. ഏതോ ഒരു ഫൈ, ഏതോ ഒരു റിയൽ നമ്പർ. ദെൻ ടോ ഫൈ ഓഫ് ഇ റൈസ് ടു ഐ എം തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയുടെ ട്രാൻസ്ലേഷൻ ആണ്. ഇ റൈസ് ടു ഐ എം ഇൻറ്റു തീറ്റയെ തീറ്റ മൈനസ് ഫൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഇ റൈസ് ടു ഇതെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈ ഇ റൈസ് ടു ഐ എം തീറ്റ. ഇനി ഈക്വേഷൻ 4.131 നമ്മുടെ കയ്യിലുണ്ട്. ലീനിയറിറ്റി ഓഫ് ടി ഉപയോഗിക്കുന്നു. അത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ടി ഓഫ് ടോ ഫൈ ഓഫ് ഇ റൈസ് ടു ഐ എം തീറ്റ കാണുന്നു. അതെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ടി ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈ ഇ റൈസ് ടു ഐ എം തീറ്റ എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈ ഫിക്സ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിൽ പോവും. അതായത് ടി ലീനിയറിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ടി ഓഫ് ഇ റൈസ് ടു ഐ എം തീറ്റ. ഇ റൈസ് ടു ഐ എം തീറ്റയ്ക്ക് വരും ഇത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ സി എൻ ഇ റൈസ് ടു മൈനസ് ഐ എം തീറ്റ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈ ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി അതായത് ടി കോമ്പോസിഷൻ ടോ ഫൈ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ടോ ഫൈ കോമ്പോസിഷൻ ടി കാണുന്നു. ടോ ഫൈ കോമ്പോസിഷൻ ടി കാണുമ്പോൾ സമ്മേഷൻ എന്താണ്? ടി ഇ റൈസ് ടു ഐ എം ഫൈയില് തീറ്റയ്ക്ക് ട്രാൻസ്ലേഷൻ. ടി ഇ റൈസ് ടു ഐ എം ഫൈയുടെ ഫോർമുല എന്താ? സമ്മേഷൻ സി എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ ആയിരുന്നു. അതിനെ ടോ ഫൈ ചെയ്യുമ്പോൾ തീറ്റ മൈനസ് ഫൈ ആയിട്ട് മാറും. ഈക്വൽ ടു സി എൻ ഇ റൈസ് ടു മൈനസ് ഐ എൻ ഫൈ ഇ റൈസ് ടു ഐ എൻ തീറ്റ. ഇനിയും ഇത് ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ടി കോമ്പോസിഷൻ ടോ ഫൈ ഈസ് ഈക്വൽ ടു ടോ ഫൈ കോമ്പോസിഷൻ ടി. എന്നിട്ട് നമ്മുടെ യുണീക്ക്നെസ് ഓഫ് ഫോറിയർ
കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സർസൈസ് 4.3.9 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഫർ ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. 4.3.9 ജസ്റ്റ് എന്ന് പറയാം. 4.3.9 ഓക്കെ. യൂണീക്നെസ് ഓഫ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്, അതായത് ദിസ് സി എൻ ഈസ് ഈക്വൽ ടു ഡി എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ട്. ഒരു മിനിറ്റ്. ഇങ്ങനെ ചെയ്താൽ മതി. സി ഓഫ് എം നമുക്കറിയാം എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ എൻ ബിലോങ്സ് ടു ഇസഡ് സി ഓഫ് എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ കോമ ഇ റൈസ് ടു ഐ എം തീറ്റ. നമ്മുടെ യൂണീക്നെസ് ഓഫ് ഫോറിയർ സീരീസ് ആണ്. സപ്പോസ് സി എൻ ഈസ് എ സീക്വൻസ് ആൻഡ് ഡി എൻ ഈസ് എ സീക്വൻസ് ബിലോങ്സ് ടു എൽ ടു ഓഫ് ഇസഡ് ആൻഡ് നമ്മൾ ഒരു ഫോറിയർ സീരീസ് എഴുതുകയാണ് സമ്മേഷൻ. അതായത് എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന് രണ്ട് ഫോറിയർ നമ്മുടെ ഫോർമാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഫോറിയർ എക്സ്പാൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫോറിയർ എക്സ്പാൻഷൻ സമ്മേഷൻ സി എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ ഫോമിലും എൻ ആണ്. വേറൊരു എക്സ്പാൻഷൻ സമ്മേഷൻ ഡി ഓഫ് എൻ സി എൻ അല്ല സി ഓഫ് എൻ ഡി ഓഫ് എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ ഫോമിലും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സി എന്നും ഡി എന്നും ഈക്വൽ, അതായത് ഫോറിയർ കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ ഫോർ ഓൾ എൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എഫിന് രണ്ട് എക്സ്പാൻഷൻ ഉള്ളപ്പം ഇത് രണ്ടും എഫിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി സി ഓഫ് എമ്മിന് എനിക്ക് ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ എൻ ബിലോങ്സ് ടു ഇസഡ് സി ഓഫ് എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ ഇ റൈസ് ടു ഐ എം തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. ഏതാ 4.2.5 സെക്കൻഡ് കൊറോളറി നമ്മൾ എഴുതിയത് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഈ ഇൻഡെക്സ് എന്ന് പറയുമ്പം സി ഓഫ് എൻ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്, ഈ ഇൻഡെക്സ് എം ആണ്, സി ഓഫ് എം എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഈ സി ഓഫ് എൻ ഇ റൈസ് ടു ഐ എം തീറ്റ സമ്മേഷൻ വരും സമ്മേഷൻ ഡി ഓഫ് എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ കോമ ഇ റൈസ് ടു ഐ എം തീറ്റ എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. എന്തുകൊണ്ട്? ഈ രണ്ട് സീരീസും ട്രൂ ആയതുകൊണ്ട്. ഈക്വൽ ടു ഇവിടെ വീണ്ടും ആ എക്സർസൈസ് ഉപയോഗിക്കുമ്പോൾ കോഎഫിഷ്യന്റ് എംത് ഇൻഡെക്സ് ഡി ഓഫ് എം, അമ്മ എം നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഫോർ ഈച്ച് എം സി ഓഫ് എം ഇസിക്കൽ ടു ഡി ഓഫ് എം, അതായത് ഫൊറിയർ കോഎഫിഷ്യന്റുകൾ എല്ലാ എമ്മുകൾക്കും ട്രൂ ആയിരിക്കും. അതാണ് നമുക്ക് ലാസ്റ്റിൽ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആയിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഇവിടെ ഇത് ഈ എലമെന്റ് തന്നെയാണ് ഈ എലമെന്റ്, കാരണം ഇത് ട്രാൻസ്ലേഷൻ ഇൻവേരിയന്റ് ആയതുകൊണ്ട് ഇത് ഫൊറിയർ എക്സ്പാൻഷൻ ആണ് റൈറ്റിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇ റൈസ് ടു ഐ എൻ തീറ്റയുടെ കോഎഫിഷ്യന്റുകളെല്ലാം സെയിം ആയിരിക്കും. അതായത് ഈ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് സി എൻ ഇ റൈസ് ടു മൈനസ് ഐ എം 5 ഇസ് ഈക്വൽ ടു സി എൻ ഇ റൈസ് ടു ഐ എൻ 5 ഫോർ ഓൾ എൻ. എം ആണ് ഇവിടെ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. സോ ദിസ് ഫോർ എവരി എൻ ആൻഡ് 5. സോ ഇഫ് എം ഫിക്സ് ആണ്, എൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ എന്നും എമ്മും ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളിവിടെ എഴുതുമ്പം സി എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എം 5 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ എൻ 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ എഴുതുമ്പോൾ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ ഈ ഫാക്ടർ ഫുള്ള് 0 ആവും, ഈ ഇൻഇക്വാളിറ്റി ട്രൂ ആവും. അല്ല, ഈ ഈക്വാളിറ്റി ട്രൂ ആവും. ഈ ഈക്വാളിറ്റി എന്തായാലും ട്രൂ ആയേ പറ്റത്തുള്ളൂ എല്ലാ എമ്മിനും എന്നിനും. അപ്പം എം ഈസ് ഈക്വൽ ടു എൻ ആവുമ്പോൾ ഇവർ രണ്ട് ട്രൂ ആവും. എം നോട്ട് ഈക്വൽ ടു എൻ ആണ് എന്തായിരിക്കും ആൻസർ? ഇതും വ്യത്യസ്തമായിരിക്കും. അതായത് മൈനസ് ചെയ്യുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ലാസ്റ്റിൽ നമുക്ക് 0 ആൻസർ കിട്ടണമെങ്കിൽ ആരായിരിക്കണം 0? സി എൻ ആയിരിക്കും 0. ദാറ്റ് ഈസ് ഫോർ എൻ നോട്ട് ഈക്വൽ ടു എം സി എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ സി എൻ 0 ആവും. എം ഈസ് ഈക്വൽ ടു എൻ ആവുമ്പോൾ എന്ത് പറ്റും? എം ഈസ് ഈക്വൽ ടു എൻ ആവുമ്പോൾ മാത്രമേ ആ സി എൻ 0 അല്ലാത്തതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എൻ വരുമ്പോൾ മാത്രമേ നോൺ സീറോ ആയിട്ട് സി എൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇവിടുത്തെ ബാക്കിയുള്ള ടേമുകളെല്ലാം 0 ആയി പോവും. ഇവിടെ മാത്രം എന്ത് മാത്രമേ അവശേഷിക്കത്തുള്ളൂ? സി എം ഇ റൈസ് ടു ഐ എം തീറ്റ ഈ സമ്മേഷനിൽ അത് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് വി ഗെറ്റ് ടി ഓഫ് ഇ റൈസ് ടു ഐ എം തീറ്റ ഈസ് ഈക്വൽ ടു സി എം ഇ റൈസ് ടു ഐ എം തീറ്റ. ദാറ്റ് ഈസ് ഇവിടെ ലാംഡ എം ഇസ് ഈക്വൽ ടു സി എം ആയിട്ട് എടുത്താൽ പോരെ? മതി. അതായത് എംത് ഫൊറിയർ കോഎഫിഷ്യന്റ് ആയിട്ട് എടുത്താൽ മതി. വി ഗെറ്റ്
we can find lambda m as the mth Fourier coefficient. So this is true. This result is true ആയിട്ട് നമുക്ക് കിട്ടി. Equation 4. Then 4.31 becomes t of e raised to. So this lambda m is equal to mth Fourier coefficient. അപ്പം അങ്ങനെയാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുക. ഇവിടെ eigen functions എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മതി. A linear transformation on a infinite dimensional space can have infinitely many eigenvectors because these vectors are function called eigenfunctions. Infinite number of eigenvectors ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഫോർ ഈച്ച് എമ്മിനും നമുക്കൊരു eigen വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, eigen വെക്ടറും കണ്ടുപിടിക്കാൻ പറ്റും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. And this t from minus L2 of minus pi to L2 is bounded. Translation invariant Lorentz transformation, writing f is equal to Fourier expansion, thus cn is equal to Fourier coefficient, then t of f of theta is equal to cn of t of a by lemma 4.26 ഉപയോഗിച്ചാൽ മതി lambda n e raised to I n theta ആയിട്ട് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഇത്രയാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പം വൃത്തിയായിട്ട് ഇത് വായിക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് സെഷൻ വെച്ചിട്ട് തീർക്കാം. അപ്പോൾ ഈ മൊഡ്യൂൾ തീരുകയാണ്. ഇനി 4th മൊഡ്യൂളാണ് നമുക്കുള്ളത്. 5th സെമിനാർ നിങ്ങൾ പ്രിപ്പയർ ആവും.